ജനുവരി 31 വളരെ ശ്രദ്ധേയമായ ഒരു ദിവസമായിരുന്നു. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ പുതിയ മാനേജ്മെൻറ്റ് ചുമതലയേറ്റ ശേഷം നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളിൽ ചില കാര്യങ്ങളിൽ നമുക്ക് ഈ സമയമായപ്പോഴേക്കും തീരുമാനങ്ങൾ ഉണ്ടാക്കിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറെക്കുറെ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയുന്നതിന് ഒരു ന്യൂസ് വാർത്താമൂല്യമൊന്നും കാണാനിടയില്ല. പക്ഷേ ഒരുപാട് ആശയക്കുഴപ്പവും കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്തൊരു നിലയിൽ തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ ഞങ്ങളുടെ സമരസമിതി കൂടിയിരുന്നു. എല്ലാ സംഘടനകളുടെയും മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ 13 മാസക്കാലമായി നടത്തിവരുന്ന കൃത്യം 13 മാസമായി ഇന്നത്തെ ഈ സമരത്തിനിടയിൽ നാം വെച്ചിട്ടുള്ള അടിസ്ഥാന മുദ്രാവാക്യങ്ങൾക്ക് പുറമെ ഒരിടക്കാല മുദ്രാവാക്യം കൂടി നമുക്ക് ഉന്നയിക്കാൻ ഇടവന്നു. അത് ഈ സമരത്തോട് വിരോധപരമായ നിലപാട് സ്വീകരിച്ച് അന്നത്തെ കോർപ്പറേറ്റ് മാനേജ്മെന്റും അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ യൂണിറ്റ് മാനേജ്മെന്റും ഓഫീസർമാരുൾപ്പെടെ നിരവധി ജീവനക്കാരുടെയും പല സ്വഭാവത്തിലുള്ള നടപടിയെടുത്തിരുന്നു. അതിനോടുള്ള നമ്മുടെ ചെറുത്തുനിൽപ്പിന്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു ഉപരോധ സമരവും പ്രഖ്യാപിച്ച് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി. ഒട്ടാകെ പല സ്വഭാവത്തിലുള്ള ശിക്ഷ നടപടികളാണ് അതുകൊണ്ട് കലാശിച്ചത്. അപ്പോഴെല്ലാം ആ ശിക്ഷ നടപടികൾ നമ്മൾ പിൻവലിപ്പിക്കും, പൂർണ്ണമായും പിൻവലിപ്പിക്കും എന്ന് ഇവിടെ പ്രഖ്യാപിച്ചിരുന്നു. നമ്മളങ്ങനെ നിശ്ചയിച്ചു. അത് കേട്ട തൊഴിലാളികൾ തീരുമാനിക്കുന്ന ഞങ്ങൾ അത് സാധ്യമാകുമ്പോഴതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചയിൽ സ്വയം ഉണ്ടായിട്ടുണ്ടാവാം. പലരും ആ പ്രതികാര നടപടികളൊന്നും പിൻവലിക്കാൻ കഴിയില്ലെന്ന് കണക്കാക്കിയിരുന്നവരുമായിരിക്കാം. ഇന്നും എന്നോട് രണ്ടുപേര് പറഞ്ഞു, ഒരിക്കലും അത് നടക്കുന്ന വിചാരിച്ചതല്ല എന്ന് പറഞ്ഞു. ജൂലൈ 8 ഹെഡ് ഓഫീസിൽ നടത്തിയ ധർണ പങ്കെടുത്തവരുടെ ലീവ് അനുവദിക്കാത്തത് അനുവദിച്ചുകൊണ്ടും ആ ദിവസത്തെ ശമ്പളം അവർക്ക് ലഭിക്കത്തക്ക വിധവും ഇപ്പോൾ തീരുമാനമായതായി ശ്രീ ബാലചന്ദ്രൻ നമ്മുടെ യൂണിയൻ ഭാരവാഹികളെ വെച്ച് അറിയിച്ചിട്ടുണ്ട്. ഇത് എല്ലാ യൂണിറ്റുകൾക്കും ബാധകമാണ്. നമ്മുടെ സമരത്തിന്റെ ശക്തിയും അതിന്റെ മൂല്യവും മാനിക്കാൻ സന്നദ്ധമാകുന്ന ഒരു പുതിയ അന്തരീക്ഷം HMTയുടെ തൊഴിലാളി ഉടമ ബന്ധത്തിനകത്ത് വന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. രണ്ടാമത്, ഈ സമരപന്തലിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് അവധി ഉണ്ടെങ്കിൽ കൊടുക്കാൻ അനുവദിക്കാത്തൊരു തീരുമാനം വന്നപ്പോൾ നമ്മുടെ സമര പന്തലിലെ പങ്കാളിത്തം സൂക്ഷിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടായി. എങ്കിലും നാം അത് തുടർന്നു. ഇപ്പോൾ ഇന്നത്തെ ഒരു തീരുമാനം, ഇവിടെ ഇരുന്നവരിൽ അവധി ഉണ്ടായിട്ട് കൊടുത്തിട്ട് അംഗീകരിക്കാതിരുന്നവർ, അവധി ഉള്ളവർക്ക് ഇനി അത് കൊടുത്ത് ആ കാശ് കിട്ടുന്ന തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കുന്ന മാനേജ്മെന്റ് എന്നുള്ളതാകുന്നത്. മൂന്നാമത്, വൈദ്യുതി മോഷണക്കുറ്റം ഓർക്കുമ്പോൾ ശീലവും വീണ്ടും കൈവരും എന്നാൽ അത് പൂർണ്ണമായും അവരെ അതിന് കുറ്റവിമുക്തമാക്കിക്കൊണ്ടുള്ള തീരുമാനം അവിടെ നിന്ന് മന്ത്രിസഭ വഴി. മന്ത്രിസഭ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. മെനഞ്ഞാന്ന് രാത്രിയിൽ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ മന്ത്രിസഭ പറഞ്ഞു അതൊക്കെ ഒഴിവാക്കിയാൽ കമ്പനിയുടെ അച്ചടക്കം പോകുന്നു. ഉടനെ മന്ത്രിസഭയുടെ ഒരു ചോദ്യം, നിങ്ങൾ കമ്പനി വിടേണ്ട സമയം എപ്പോഴാണ്? അത് എത്തല്ല, നിങ്ങൾ എപ്പോഴും വരാറ് 9, 9:15, 9:30 അച്ചടക്കത്തെ പറ്റി സംസാരിക്കാൻ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെയും കാര്യങ്ങൾ പുരോഗമിച്ചപ്പോൾ അയാൾ പലതിൻ്റെ അകത്ത് തടസ്സമൊക്കെ പ്രകാരമൊക്കെ ചെയ്യാൻ പാടുണ്ടോ, നമ്മൾ എടുത്ത നടപടിയല്ലേ, വലിയ പ്രയാസമുണ്ടെങ്കിൽ വേറെ കമ്പനി നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് വെറുതെ ചെയ്യുന്നത്. അത്യാവശ്യം നിങ്ങൾ അറിയണം. കാരണം ഒരുപാട്
കള്ളനാണയങ്ങൾ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന കാലമാണ്. അതൊക്കെ ഇത്തരം സമരങ്ങൾക്കകത്താണ് ഉരുകി ചെമ്പ് തെളിയുക. അപ്പോ ഈ ഭാഗം കഴിഞ്ഞാൽ വരാം. അതുകൂടി ഒരു പെട്ടെന്ന് പറയാൻ വേണ്ടി. മൂന്നാമത് മോഹൻദാസും പിന്നെ ആരാണ് ഒരാളും കൂടി ഉണ്ടല്ലോ, ശേഖരൻ. അവർക്കെതിരായ നടപടിയുടെ നോട്ടീസ് അതും പിൻവലിക്കാൻ തീരുമാനമായി. ഇനി ഒരെണ്ണം ബാക്കിയുണ്ട്. അത് ഓഫീസേഴ്സിനെ ബാധിക്കുന്ന സസ്പെൻഷൻ തുടർന്ന് തിരിച്ചെടുക്കും, പിന്നെ കിട്ടാക്കാശിന്റെ ബാക്കിയും, പിന്നെ ഒരു വാണിംഗ് മെമ്മറിയുമാണ്. പക്ഷേ ബാലചന്ദ്രൻ സംസാരിച്ചത് ട്രേഡ് യൂണിയനുകളോടായതുകൊണ്ട് ആ ഭാഗത്ത് യൂണിയൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ യൂണിയൻ പ്രതിനിധികൾ എല്ലാവരും ചോദിച്ചപ്പോ ബാലചന്ദ്രൻ വിജയകുമാറായിട്ട് പറഞ്ഞത് അതൊക്കെ തീരുമെന്നാണ് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ റിക്വസ്റ്റ് കൊടുക്കേണ്ടി വരും. അതിനെ തുടർന്ന് തീരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഓഫീസേഴ്സ് കമ്മ്യൂണിറ്റിക്ക് യാതൊരു ആശങ്കയും വേണ്ട. ആ നടപടി ഉണ്ടാവില്ല. അത് പിൻവലിച്ചിരിക്കും. പരമാവധി റിക്വസ്റ്റ് കൊടുക്കുന്ന പ്രശ്നമേ ഉള്ളൂ. റിക്വസ്റ്റ് സ്വീകരിക്കാൻ കഴിയുന്ന, അതിനോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു മാനേജ്മെന്റ് വന്നതുകൊണ്ട് ആ കാര്യം സമ്പൂർണ്ണമായി പരിഹരിക്കുമെന്ന് ഉറപ്പ് പറയുകയാണ്. അപ്പോ ശിക്ഷണ നടപടിയുടെ ഭാഗം ക്ലീനായി. എന്തായാലും ബേസിസ് നാം എടുത്ത സമരം ഒരു ശരിയായ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് അംഗീകരിക്കപ്പെട്ടു. അടുത്തൊരു കാര്യം ഇവിടെ പറയേണ്ടത്, നമ്മുടെ അടിസ്ഥാന മുദ്രാവാക്യങ്ങളിൽ വേജ്, ഏജ്, പിന്നീട് നമ്മൾ കൂട്ടിച്ചേർത്ത പ്രൊഫഷണൽ മാനേജ്മെന്റ്, അന്നും ഇന്നുമുള്ള ക്യാൻറ്റീൻ, കാഷ്വൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ചുരുക്കം വേണ്ടി ഞാൻ പറയാം. പ്രൊഫഷണൽ മാനേജ്മെന്റ് ഇപ്പോ ആരംഭിച്ചു കഴിഞ്ഞു. പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്താണെന്ന് ഇപ്പൊ HMT-യിലെ മാനേജർമാരായിട്ടുള്ള ആൾക്ക് തോന്നി മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോ, ഇല്ലേ? By injecting and infusing professional management, one can be experienced at the lower level in the ground. ഇപ്പൊ മനസ്സിലായിക്കൊണ്ടിരിക്കേ. ഞായറാഴ്ച വരാൻ പഠിച്ചു, നേരത്തെ വരാൻ പഠിച്ചു, എന്റെ പണി എന്താണെന്ന് ചോദിക്കാൻ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. പഠിപ്പ് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ നേഴ്സറി ആയിട്ടുള്ളൂ നല്ല പക്ഷം. അപ്പൊ അതിന്റെ ഗുണം അവർക്ക് കിട്ടും. പിന്നെ വേജ് ഇവിടെ പ്രശ്നമായിരുന്നു. വേജിന് മുമ്പാണോ ഏജിന് മുമ്പാണോ വേജ്? കഴിഞ്ഞ 2010 മാർച്ച് മാസത്തിന്റെ അവസാനത്തെ ആഴ്ച ഒരു പക്ഷേ ഏജ് കയറി ആദ്യം വന്നേക്കാനിടയുണ്ടോ എന്നൊരു സംശയം ഞാൻ തന്നെ ഉന്നയിച്ചോട് കൂടി ഇവിടെ വലിയ കോലാഹലമുണ്ടായി. ഓർക്കുന്നുണ്ട് എല്ലാവരും?